ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഭാഗ്യം കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കാതിരുന്നത്. ഇന്ന് നമ്മുടെ ഡിന്നറിൻ്റെ വീഡിയോ കണ്ടാലോ? ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ചക്കക്കുരു മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് ഒരു അവിയൽ പോലെ ഉണ്ടാക്കാം. പിന്നെ ഇപ്പം നോമ്പായതുകൊണ്ടിട്ട് നല്ല വറുത്തരച്ച ഒരു പച്ചക്കറികൾ കൊണ്ടുള്ള ഒരു തീയലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനാദ്യം തന്നെ ഞാൻ ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും എല്ലാം റെഡിയാക്കി അതിൻ്റെ അകത്ത് വേണ്ടുന്ന പൊടികളും എല്ലാം ചേർത്ത് വേവാൻ വെച്ചു. എളുപ്പപ്പണിയാണ് കേട്ടോ. കുക്കറിൽ അകത്ത് വെച്ച് 2 വിസിലടിച്ചാൽ മതിയല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പേടിച്ചു പോയത്. നേരെ വെട്ടുകത്തി എൻ്റെ വിരലിൻ്റെ അകത്തോട്ടാണ് കുത്തി കയറിയത്. ഭാഗ്യത്തിന് നഖവും കുറച്ച് ഭാഗത്ത് മാത്രമേ മുറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഞാൻ പേടിച്ചു പോയി. പിന്നെ തേങ്ങ ചിരണ്ടാൻ വയ്യാത്തത് കൊണ്ടിട്ട് ഞാൻ തേങ്ങ പൂളി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ പരുവത്തിലൊരു പൊടി പരുവത്തിലാക്കി അത് വറുത്തെടുത്തു. ഇതിൻ്റെ അകത്ത് വേണ്ടുന്ന പൊടികളും എല്ലാം ചേർത്ത് അതങ്ങോട്ട് മാറ്റി വെച്ചു. ഈ സമയത്ത് ഞാൻ കുക്കർ വേവാൻ വെച്ച് 2 വിസിലായപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഞാൻ അവിയലിന് വേണ്ടുന്ന അരപ്പ്, നോർമൽ അരപ്പ്, നമ്മളെല്ലാ അവിയലിലും ചേർക്കുന്ന അരപ്പും അരച്ച് റെഡിയാക്കി വെച്ചു. വിരലിൽ വെട്ടുകൊണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ച് വിരൽ അവിടെ നിന്ന് മുറിഞ്ഞു പോയെന്നാണ് വിചാരിച്ചത്. പിന്നെ ഭാഗ്യം കൊണ്ടിട്ടാണ് എങ്ങനെയോ ഇത്രയും പറ്റിയിട്ടുള്ളല്ലോ എന്നൊരു ആശ്വാസം മാത്രം. പിന്നെ എന്നാലും നമുക്ക് ജോലി ചെയ്യാൻ ഇത്തിരി പാടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ എരിവും ഒക്കെ പുളിയൊക്കെ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേനുമേ ഭയങ്കര നീറ്റലായിരുന്നു. എന്നാലും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് മാറി കേട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി അതിൻ്റെ ആവശ്യത്തിന് വേവാനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം റെഡിയാക്കി. ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല അതെല്ലാം അരച്ചു. നമ്മുടെ ചക്കക്കുരുയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇതിലേക്ക് നമ്മൾ നല്ല തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ചേർത്തിട്ടുള്ള അരപ്പും ചേർത്ത് വെച്ചു. ഇത് കുക്കറിൽ വേവിച്ചപ്പോൾ ആകെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ആ മുരിങ്ങയ്ക്ക ഇത്തിരി വെന്ത് പോയെന്നുള്ളതാണ്. ബാക്കി ടേസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ നല്ല വാളംപുളി അതിൻ്റെ അകത്തിട്ടു. ആ വാളംപുളി നല്ല പിടിഞ്ഞൊഴിച്ചു. അതിൻ്റെ അകത്ത് നല്ല അരപ്പും കൂടെ ചേർത്ത് നമ്മൾ ചെറു തീയിലിട്ട് വേവിച്ച് നല്ല അടിപൊളി സെറ്റാക്കി. ഇത് നമ്മൾ ചക്കക്കുരുവിന് വേണ്ടി വറുക്കുന്നതാണ് കേട്ടോ. കടുക് വറുക്കുന്നതാണ്, നമ്മുടെ നോർമൽ കടുക് വറുത്ത് അതിലേക്ക് ചേർത്തു. എന്ത് വാസനയായിരുന്നെന്നറിയോ ഈ ചക്കക്കുരുവിൻ്റെ അകത്ത് ഈ കടുക് വറുത്ത് ഉള്ളിയൊക്കെ വറുത്തിടുമ്പോൾ ഉള്ളൊരു നല്ല അടിപൊളി മണമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചോറിൻ്റെ അകത്ത് ബാക്കി ഇപ്പം കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമ്മളത് ചെറു തീയിൽ വേവിച്ചപ്പോഴത്തേനും നമ്മുടെ തീയിൽ ഈ പരുവത്തിൽ കിട്ടി. പിന്നെ ബാക്കി ഞാൻ ചോറിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന കറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കറിയാണ് കേട്ടോ. ഇത്തിരി ചീരത്തോരനുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.